ദൈവതിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. യോഹന്നാൻ 14:1 നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട, ദൈവത്തിൽ വിശ്വസിക്കുവിൻ, എന്നിലും വിശ്വസിക്കുവിൻ. സ്നേഹമുള്ളവരെ, എന്തിനായിരിക്കാൻ തമ്പുരാൻ നമ്മോട് ഈ വചനം അരുളി ചെയ്തിട്ടുണ്ടാവുക? ഒരുപക്ഷെ താൻ തിരഞ്ഞെടുത്ത് കൂടെ നിർത്തിയ തൻ്റെ അരുമ ശിഷ്യൻ ചുംബനം കൊണ്ട് ഒറ്റിക്കൊടുത്തപ്പോഴും, തൻ്റെ സഭയുടെ തന്നെ തലവനായി കരുതിയ അരുമ ശിഷ്യൻ തന്നെ തള്ളി പറഞ്ഞപ്പോഴും പതറാതെ തളരാതെ പിടിച്ചു നിന്നതുപോലെ നമ്മളോടും ജീവിതത്തിൽ പ്രതിസന്ധികളുണ്ടാകുമ്പോൾ തളരാതെ പതറാതെ പിടിച്ചു നിൽക്കാനാകാം ഒരുപക്ഷെ തമ്പുരാൻ ഹൃദയം അസ്വസ്ഥമാക്കരുത്, ദൈവത്തിൽ വിശ്വസിക്കുക മാത്രം ചെയ്യുവിൻ എന്ന് അരുളി ചെയ്യുന്നത്. തമ്പുരാനെ പോലും തള്ളിപ്പറഞ്ഞ മനുഷ്യരുള്ള ലോകത്താണ് നാം ജീവിക്കുന്നത്. നമ്മുടെ ഇടയിലും നമ്മെ തള്ളിപ്പറയുന്നവരും കൂടെ നിന്ന് ഒറ്റിക്കൊടുക്കുന്നവരും ഒക്കെ കണ്ടേക്കാം. ആ സമയത്തൊന്നും നമ്മൾ തളരരുത്, പിടിച്ചു നിൽക്കണം. പരിശുദ്ധാത്മാവ് നിറഞ്ഞ വ്യക്തികൾക്ക് മാത്രമേ നിന്ദനങ്ങളെയും അപമാനങ്ങളെയും സ്വീകരിക്കാൻ സാധിക്കുകയുള്ളൂ. ഏത് ജീവിതത്തിൻ്റെ എത്ര വലിയ പ്രതിസന്ധികളിലും തമ്പുരാനിൽ ആശ്രയിച്ചാൽ, ദൈവത്തിൽ വിശ്വസിച്ചാൽ നമുക്ക് പിടിച്ചു നിൽക്കാനാകും. പൂമത്തകൾ മാത്രം വാരി വിതറിയൊരു ലോകമല്ല ഇന്നുള്ളത്. കല്ലുമുള്ളും നിറഞ്ഞൊരു ലോകത്താണ് നാം ജീവിക്കുന്നത്. തമ്പുരാന് പറ്റിയതുപോലെ തള്ളിപ്പറയുന്നവരും ഒറ്റിക്കൊടുക്കുന്നവരും നമുക്ക് ചുറ്റുമുണ്ട്. സ്നേഹമുള്ളവരെ, പരിശുദ്ധാത്മാവിനോട് നമുക്ക് നമ്മുടെ തളർച്ചകളിൽ വളർച്ചകളാകാനും നമ്മുടെ താഴ്ചകളിലും വീഴ്ചകളിലും ഉയർച്ചകളാകാനും എല്ലാം നമുക്ക് പരിശുദ്ധാത്മാവിനോട് പ്രാർത്ഥിക്കാം. ഓ പ്രിയ പരിശുദ്ധാത്മാവേ, സകലവിധ ബന്ധനങ്ങളിൽ ഞങ്ങളെ കാത്തുകൊള്ളണമേ. പരിശുദ്ധ അമ്മയുടെ സംരക്ഷണ കാപ്പയുടെ നിഴലിൽ ഞങ്ങളെ പൊതിഞ്ഞ് സൂക്ഷിക്കണമേ. ആമേൻ. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. പ്രൈസ് ദി ലോർഡ്.